ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? നമുക്കറിയാമല്ലോ, ഇപ്പം നാട്ടിലെല്ലാവർക്കും ചുമയും പനിയും അങ്ങനെ എല്ലാ പ്രശ്നമാണ്. കാര്യം കാലാവസ്ഥയുടെ ആ ഒരു ഇതുകൊണ്ടായിരിക്കും എന്ന് തോന്നുന്നു. എന്തായാലും ശരി, എല്ലാവർക്കും പനിയും. നമുക്കിന്ന് നല്ലൊരു രസം വെച്ചാലോ. ഇപ്പം ഇച്ചിരി കഞ്ഞി എല്ലാം വെച്ചാൽ തന്നെ ഇച്ചിരി രസം ഒഴിച്ച് കഴിക്കുമ്പോഴത്തേക്കും ഒരു ആശ്വാസമൊക്കെ കിട്ടും. കാര്യം അതിൻ്റെ അകത്ത് വെളുത്തുള്ളി കുരുമുളകൊക്കെ ചേരുന്നതുകൊണ്ടാണ് അതിനൊരു ആശ്വാസം കിട്ടുമെന്ന് പറഞ്ഞു. നമുക്ക് നല്ല ടേസ്റ്റോട് കൂടി ആ രസം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന രസം വെളുത്തുള്ളി രസമാണ് ചെയ്യുന്നത്. കാരണം ഇച്ചിരി വെളുത്തുള്ളിയൊക്കെ കൂടുതലിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ആദ്യമേ തന്നെ ഇതേപോലെ കല്ലിലിട്ട് 2 ടീസ്പൂണ് കുരുമുളക് അങ്ങോട്ടിടാം. അപ്പോൾ ഈ കുരുമുളക് നമുക്ക് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഒരുപാട് പൊടിഞ്ഞു പോകണ്ട, ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കും. അപ്പം നമ്മൾ കുരുമുളകൊക്കെ ഇതേപോലെ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പൊട്ടിച്ച് വെച്ചിരിക്കുന്ന കുരുമുളക് നമ്മൾ പാത്രത്തിലോട്ട് മാറ്റുകയാണ്. അപ്പോൾ കുരുമുളക് ഒന്ന് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് വെളുത്തുള്ളി, അപ്പോൾ ഇത് ഏകദേശം ഒരു 4 കുടം വെളുത്തുള്ളിയുണ്ട്. നമ്മൾ ഇതേപോലെ കുറച്ച് വെളുത്തുള്ളി ആദ്യമേ തന്നെ ഒന്ന് ചതച്ചെടുക്കണം. ഒന്ന് ചതച്ചെടുക്കട്ടെ. ആ വെളുത്തുള്ളി നമ്മളൊന്ന് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ കുരുമുളക് ചതച്ച ആ ഇതിൻ്റെ അകത്തായതുകൊണ്ടാണ് ആ കളർ മാറിയത്. ഇനി നമുക്ക് ഒരു 10 കൊച്ചുള്ളി, ആ ഉള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുക്കാം. ഉള്ളി ചതച്ചതും കൂടെ നമുക്കൊന്ന് മാറ്റാം. ഇതേപോലെ ഒന്ന് പൊട്ടിച്ചെടുത്താൽ മതി. കാര്യം അത് നമ്മളെ മിക്സിയുടെ ജാറിൻ്റെ അകത്തൊക്കെ ഇട്ട് വരുമ്പോൾ അത് അരഞ്ഞു പോകും. അപ്പോൾ അരഞ്ഞു പോകാത്ത ഇതേ രീതിയിൽ ചതച്ചെടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. അപ്പം നമ്മൾ ഈ രസത്തിന് നമ്മൾ തക്കാളിയോ മല്ലിയിലയോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. അതൊന്നും ചേർക്കാതുള്ള രീതിയിലാണ് വെളുത്തുള്ളി രസം റെഡിയാക്കുന്നത്. അടുപ്പൊന്ന് കത്തിക്കട്ടെ. അടുപ്പ് കത്തിച്ച ശേഷം ഇതേപോലെ കടായി അങ്ങോട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ കടായി ഒന്ന് ചൂടായ ശേഷം നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി വെളുത്തുള്ളി ഇതെല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇതിനകത്ത് എണ്ണയൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല കേട്ടോ. ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. എണ്ണയൊന്നും ചേർക്കാതെ തന്നെ നമുക്കത് റെഡിയാക്കി എടുക്കാം. ഇതൊരു 1-2 മിനിറ്റ് ചെറു തീയിൽ ഒന്ന് ചൂടാക്കി എടുക്കണം. നമുക്ക് ഏകദേശം ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട് കുറച്ച് പൊടികളൊക്കെ അങ്ങോട്ടിട്ട് കൊടുക്കാം. നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളക് അതും അങ്ങോട്ടിട്ട് കൊടുക്കുക. ഇനി ഇതിനകത്തിട്ട് 1 ടീസ്പൂൺ അളവിൽ നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇച്ചിരി കളറിനൊക്കെ വേണ്ടിയാണ്. 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, രണ്ടാമത് മതി, അത്ര മതി. ഒരു നുള്ളു ഉലുവാപ്പൊടിയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിട്ട് കൊടുക്കുകയാണ്. ഒരുപാട് കൂടണ്ട, ഇതേപോലെ. അപ്പോൾ ഈ പൊടികളൊക്കെ ചേർക്കുമ്പോഴത്തേക്കും തീ കുറച്ച് വെച്ചിട്ട് വേണം പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക. ഇനി ഒന്ന് ഇളക്കി കൊടുത്ത് അപ്പോൾ ഈ രസത്തിൻ്റെ ഈ എരിവെന്ന് പറഞ്ഞാൽ ആ കുരുമുളകിൻ്റെ എരിവേ ഉള്ളൂ. ഒരു പക്ഷേ നിങ്ങൾക്ക് ഇച്ചിരി കൂടെ കുരുമുളകിൻ്റെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ അല്പം കൂടെ ചതച്ചിടേണ്ടതാണ്. അപ്പോൾ ഈ പൊടികളുടെ നമുക്കറിയാമല്ലോ ഒരു പച്ചച്ചൊവയുണ്ട്, അതൊന്ന് മാറണം. മാറിക്കഴിഞ്ഞതിന് ശേഷം വേണം ഇത് അടുപ്പത്തൊന്ന് മാറ്റാൻ. ഇപ്പോൾ ഇതിൻ്റെ ആ പച്ചച്ചൊവ ഒന്ന് മാറിയ ശേഷം നമുക്ക് ഈ കടായി ഒന്ന് താത്തു വെക്കാം. ഇനി നമുക്ക് ഒരു 50 ഗ്രാം പുളി വേണം. ഇത് വാളംപുളിയാണ്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കണം. ഇതിൻ്റെ വെള്ളം നമുക്കെടുക്കണം. കുറച്ച് വെള്ളം നമുക്ക് കൊണ്ട് ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതുപോലൊരു പാത്രം വെള്ളം എടുത്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഇത് നമുക്ക് ഈ പുളി ഒന്ന് ഞെരടി, ഈ വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. ഈ പുളിവെള്ളം ഒന്ന് ഞെരടി വെക്കുക. നമുക്ക് എടുക്കാൻ നേരം ഒന്ന് അരിച്ചെടുത്താൽ മതി. അടുപ്പ് നമ്മൾ ഒന്നുകൂടെ കത്തിച്ച ശേഷം ഒരു കുഴുവുള്ള ചീനച്ചട്ടി അങ്ങോട്ട് വെക്കാം. ഇതൊന്ന് ചൂടായ ശേഷം നമുക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായ ശേഷം നമുക്ക് ആദ്യമേ തന്നെ കുറച്ച് കടുകൊന്ന് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നേരത്തെ നമ്മൾ ചതച്ചതിൻ്റെ ബാക്കി വെളുത്തുള്ളി ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഏകദേശം ഒരു പിടി വെളുത്തുള്ളിയുണ്ട്, ആ വെളുത്തുള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ആ വെളുത്തുള്ളി ഒന്ന് ഇട്ട് കൊടുത്ത് ഈ വെളുത്തുള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കണം. കാര്യം വെളുത്തുള്ളി ഒരല്പം കൂടെ കൂടുതലിരുന്നാലും കുഴപ്പമില്ല കേട്ടോ. വെളുത്തുള്ളിയൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ചുമന്ന് വരാറാവുമ്പോഴത്തേക്കും
2-3 വറ്റൽമുളക് ഒന്ന് മുറിച്ച് അങ്ങോട്ട് ഇടുക. കൂട്ടത്തിൽ ഒരല്പം കറിവേപ്പിലയും കൂടെ അങ്ങോട്ടിട്ട് ഒരു 2 കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കും. വെളുത്തുള്ളി ഇതെല്ലാം ഒന്ന് മൂക്കട്ടെ. വെളുത്തുള്ളി മുളകും കറിവേപ്പിലയൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട്. നമ്മൾ തന്നെ 2-3 ടൈപ്പ് രസം ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പലതും വ്യത്യസ്തമായ രീതിയിൽ തന്നെ ഓരോന്നും ചെയ്യുന്നു. ഇനി നമ്മൾ ഈ കടായിക്കകത്തിരിക്കുന്ന ഈ ഐറ്റം എല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇത് ഒന്ന് ഇളക്കി മൂക്കേണ്ട കാര്യമൊന്നുമില്ല, കാരണം നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ അകത്തോട്ട് നേരത്തെ കലക്കി വെച്ചിരിക്കുന്ന പുളിവെള്ളം അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. ഇത് മാക്സിമം പിഴിഞ്ഞ് ഇതിൻ്റെ പുളി ഇങ്ങനെ എടുക്കണം. ഇനി നമുക്ക് ഒരല്പം കായപ്പൊടിയും കൂടെ ഇതിൻ്റെ അകത്ത് ആവശ്യമുണ്ട്. 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കും. ഇപ്പം നമ്മൾ കായപ്പൊടിയാണ് ചേർത്ത്, ഒരു പക്ഷേ കായ കട്ടയാണെങ്കിൽ ഒന്ന് ചൂടാക്കി പൊടിച്ചിട്ട് വേണം ഇതിനകത്ത് ചേർക്കാൻ. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഉപ്പ് പൊടിയാണ്. ഈ രസത്തിന് ആവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. കായപ്പൊടിയും ഉപ്പ് പൊടിയും കൂടി ചേർത്ത ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം നമ്മൾ തക്കാളി മല്ലിയിലൊക്കെ ഒഴിവാക്കിക്കൊണ്ട് രസത്തിന് ആവശ്യമുള്ള രീതിയിലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി ഒന്ന് അടച്ചു വെക്കുകയാണ്. ഇതിനകത്ത് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്നതിൻ്റെ ആ ടേസ്റ്റെല്ലാം നമുക്ക് ഈ രസത്തിൻ്റെ ഇതേ കിട്ടണം. അപ്പം ഒരു നല്ല പറഞ്ഞ് വെട്ടി തിളയ്ക്കണം. ഇത് നല്ലപോലെ തിളച്ചിട്ടുണ്ട്. സത്യത്തിൽ ഒരു അന്യായ മണമാണ് കേട്ടോ, നല്ല കൊതിപ്പിക്കുന്ന മണമാണ്. നമുക്ക് തുറന്ന് നോക്കാം. നല്ലപോലെ തിളയ്ക്കും. അപ്പം നമ്മുടെ വെളുത്തുള്ളി രസം ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതൊരല്പം എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അതായത് ഇച്ചിരി എരിവോ അതുപോലെ തന്നെ പുളിയോ ഉപ്പോ അതുപോലെ ഇച്ചിരി കായപ്പൊടിയോ ഇതൊക്കെയാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഇതൊക്കെ ആവശ്യത്തിനുണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം അടുപ്പൊക്കെ നിർത്തും. ഇപ്പം നമ്മുടെ രസം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എനിക്കിത് ഇച്ചിരി ഗ്ലാസിൻ്റെ അകത്തോ ഒഴിച്ച് കഴിക്കുന്ന ഒരു ശീലമുണ്ട്. എനിക്ക് വലിയ ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഈ സമയത്തേക്കൊന്നും ഞാൻ ആദ്യം പറഞ്ഞില്ലേ, പനിയൊക്കെ ഉള്ള സമയമല്ലേ, ഇതേപോലെ ഒരല്പം രസമൊക്കെ ഉണ്ടാക്കി വെച്ചു കൊടുക്കും. ചെറു ചൂടോട് കൂടി അങ്ങോട്ട് കൂടി തൊണ്ടക്കട്ടെ കിക്കിച്ച് സൂപ്പർ രസം കേട്ടോ. അപ്പം ഞാനിത് ചെയ്തുകൊണ്ട് പറഞ്ഞതല്ല, നിങ്ങൾക്കിതുപോലെ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും ഞാൻ പറഞ്ഞ കറക്റ്റാണ്. പിന്നെ വേറെ ഉണ്ട്, ഇപ്പോൾ മിക്ക രസത്തിനകത്തും നമ്മൾ തക്കാളി മല്ലിയിലയൊക്കെ ചേർക്കും. ഒരു പക്ഷേ മല്ലിയിലയുടെ ആ ടേസ്റ്റ് ഇഷ്ടമല്ലാത്ത ആൾക്കാരുമുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഇങ്ങനെ ചെയ്യാം. മല്ലിയില ചേർക്കണമെന്നുണ്ടെങ്കിൽ അതും ചേർക്കാം. സൂപ്പർ രസം. ഇപ്പം ചോറിൻ്റെയൊക്കെ കൂടെ ചൂട് രസമൊക്കെ കഴിച്ച് അങ്ങോട്ട് കഴിച്ചു വയ്ക്കും. നല്ല ടേസ്റ്റല്ലേ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ എടുത്ത ഒരു പനിയുടെ സമയത്തൊക്കെ കഴിവതും ഇതുപോലുള്ളതൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും കഴിക്കും. അപ്പോൾ ചെയ്തു നോക്കുക. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. ബായ്.